പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമാകുന്ന നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. പ്രാർത്ഥന ധ്വനി ഫേസ്ബുക്ക്, യൂട്യൂബ് മീഡിയയിൽ കൂടി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനാകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തില് സ്നേഹമത്തെ അറിയിക്കുന്നു. ഒരു നല്ല നിമിഷം കൂടി ദൈവം നമുക്ക് ദാനമായി നൽകുവാനിടയായതോർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. സകല മാനവും മഹത്വവും ബഹുമാനവും പുകഴ്ചയും അരുമനാഥനാകുന്ന കർത്താവിന് അർപ്പിക്കുന്നു. എല്ലാ മാസവും പ്രാർത്ഥന ധ്വനിയുടെ ഫേസ്ബുക്ക്, യൂട്യൂബ് മീഡിയയിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചന ശുശ്രൂഷകള് കർത്താവിന്റെ ദാസന്മാരെ കൂടി കേൾക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല നിമിഷത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന, കർത്താവിനെ വാഴ്ത്തുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളായി പ്രാർത്ഥന ധ്വനിയിൽ കൂടി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനാ സഹാരികളെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേക പ്രാർത്ഥന വിഷയങ്ങളുടെ മേലെ കർത്താവ് ഈ ദിവസങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. ഓരോ നാളും കർത്താവിന്റെ അത്ഭുതത്തിന്റെ ചിറകിന്റെ മറവില് ദൈവം നമ്മെ പരിപാലിക്കുന്നു. നാം ഇന്നുമായിരിക്കുന്നത് കർത്താവിന്റെ കൃപയെന്ന് മാത്രമാണല്ലോ. ഓരോ നിമിഷവും കർത്താവിന്റെ കൃപയില് ദൈവം നമ്മെ എല്ലാവരെയും പരിപാലിക്കട്ടെ എന്ന് ദൈവത്തിനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാവശ്യത്തെ നമ്മുടെ പ്രാർത്ഥന ധ്വനി ഫേസ്ബുക്ക്, യൂട്യൂബ് മീഡിയയിൽ സംസാരിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം വീണ്ടെടുപ്പിന്റെ വില എന്നുള്ളതാണ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല തീമിനായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. വീണ്ടെടുപ്പിന്റെ വില. വീണ്ടെടുത്ത കർത്താവ് നമ്മെ ഓരോ നിമിഷം വീണ്ടെടുത്ത് അവിടുത്തെ രക്തത്താൽ നമ്മെ ഓരോ നിമിഷം പരിപാലിക്കുന്ന ദൈവീയ വിശ്വസ്തകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരിക്കലും ഒരു കഥ ഇങ്ങനെ കേൾക്കുകയായി. ഒരു മാതാവും പിതാവും തന്റെ മോനും കൂടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ മോന് ഒരു ഷിപ്പ് ഉണ്ടാക്കുകയായി. മനോഹരമായ നിലയിൽ അവൻ ആ ഷിപ്പ് ഉണ്ടാക്കി. അത് വീട്ടിനകത്ത് ഒക്കെ റോഡിലൊക്കെ ആ ഷിപ്പ് താൻ ഇങ്ങനെ അതുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഈ മാതാവും പിതാവും ഈ മോനും കൂടി കടൽ തീരത്തിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവന്റെ ഷിപ്പ് അവൻ ആ വെള്ളത്തിൽ കൂടി ഇങ്ങനെ ഒന്ന് വിട്ട് അതൊന്ന് ഓടിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടായ കടൽ തീര കാരണം ആ കുഞ്ഞിന്റെ ആ ചെറിയ ഷിപ്പ് കയ്യിൽ നിന്ന് അങ്ങ് പോയി. അവന് ഭയങ്കര വിഷമമായി. ദൈവമേ, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടതായ ഈ ബോട്ട് എന്റെ കയ്യിൽ നിന്ന് പോയല്ലോ. അവൻ വാവിട്ട് കരയുവാടയായി. ഭയങ്കരമായ വിഷമം അവനുണ്ടായി. ഇനി ഇതുപോലൊന്ന് പണിതെടുക്കാനായിട്ട് അവന് വലിയ ബുദ്ധിമുട്ടുണ്ട്. അവൻ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ശേഖരിച്ചാണ് ഇങ്ങനെ ഒരു ഷിപ്പ് ഉണ്ടാക്കുവാനായിട്ടിടയായത്. എന്നാൽ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു. രാത്രിയിലൊക്കെ അവൻ വാവിട്ട് കരയുക, മമ്മി, ഞാൻ ഉണ്ടാക്കിയതായ ആ ബോട്ട്, ആ ഷിപ്പ് എന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയല്ലോ, നഷ്ടപ്പെട്ടു പോയല്ലോ, ആ കടൽ തീര എടുത്തുകൊണ്ടുപോയി. ഇനി എനിക്കത് തിരിച്ചു കിട്ടുമോ എന്നുള്ള ചിന്ത ആ കുഞ്ഞിനെ വല്ലാതെ അലട്ടുകയായി. രാത്രിയിൽ അവന് ഞെട്ടലോടുകൂടി പലപ്പോഴും എഴുന്നേക്കാറുണ്ട്, വാവിട്ട് കരയാറുണ്ട്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായ കളിപ്പാട്ടം എന്റെ കയ്യിൽ നിന്ന് പോയല്ലോ, അവൻ വാവിട്ട് പലപ്പോഴും കരയാനിടയായി. അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞു, ചില ദിവസങ്ങൾ കഴിഞ്ഞു. വീണ്ടും പപ്പായും മമ്മിയും കൂടെ മോനും കൂടി ഒരു സ്ഥലത്തു കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു നല്ല കടയില് മനോഹരമാവുന്ന ഒരു ഷിപ്പ് ഇരിക്കുന്നത് കാണുവാനിടയായി. അവനത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അവന് മനസ്സിലായി, ഇത് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട സാധനമാണ്, ഞാൻ ഉണ്ടാക്കിയ കളിപ്പാട്ടമാണ്, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, എന്റെ കൈ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അവൻ പപ്പായോടും മമ്മിയോടും പറഞ്ഞു, ദേ നോക്കിക്കേ, ആ കടയിൽ കാണുന്ന ആ ബോട്ട്, ആ ഷിപ്പ്, അത് ഞാൻ ഉണ്ടാക്കിയതാണ്. നന്ന് നമ്മൾ യാത്ര ചെയ്തപ്പോൾ ആ കടലിൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ്. അത് എങ്ങനെയോ കടല് തിരയടിച്ച് ഏതോ കരയിൽ വന്നപ്പോൾ ഈ കടക്കാരെടുത്തതാണ്. എനിക്ക് ആ ബോട്ട് വേണം, ആ ഷിപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞ് വാവിട്ട് കരയുവാനിടയായി. വലിയ പ്രതീക്ഷയോടെ ആ കുഞ്ഞ് ആ കടയുടെ അടുക്കൽ ചെന്നിട്ട് ആ കടക്കാരനോട് ചോദിച്ചു, ഇതിന് എന്നാ വിലയാണ്? അപ്പോൾ ആ കടക്കാരൻ ഇതിന്റെ വില പറയുവടെ, ഭയങ്കരമായ ഒരു വില പറയുവടയായി. അവൻ പറഞ്ഞു, ഇത് എന്റെ ഷിപ്പാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ ഉണ്ടാക്കിയ കളിപ്പാട്ടമാണ്, ഇത് എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളെന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞ് വാവിട്ട് കരയുവാനിടയായി. ആ കഥയില് ഞാനിങ്ങനെയാണ് കേൾക്കുവാനിടയായത്. ആ കുഞ്ഞ് നിർബന്ധം പിടിപ്പാടയായി, എനിക്ക് ഈ ഷിപ്പ് തിരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ ആ കടക്കാരന് മനസ്സിലായി, അവനുണ്ടാക്കിയതാണ്, അവന്റെ കയ്യിൽ നഷ്ടപ്പെട്ടതാണ് എന്നെല്ലാം കടക്കാരന് മനസ്സിലായി. പക്ഷേ ആ കടക്കാരൻ അതിനൊരു വില വെച്ചിട്ടുണ്ട്. ആ വില കൊടുത്തെങ്കിൽ മാത്രമേ ആ കുഞ്ഞിന് അത് തിരിച്ച് കിട്ടുകയുള്ളൂ. ആ കടക്കാരൻ എന്റെ വില പറയുവാനിടയായി. മാതാപിതാക്കൾ പറഞ്ഞു, മോനെ, ഭയങ്കരമായ വിലയാണ്, ഇത്രയും പൈസ കൊടുത്ത് നമുക്ക് ഇത് വാങ്ങാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ കുഞ്ഞിന്റെ നിലവിളി കാരണം, അവൻ വാവിട്ട് കരയുന്നത് കാരണം
ആ ഷിപ്പ് അവര് മാതാപിതാക്കള് ആ കടക്കാരൻ പറഞ്ഞതായ ആ വില കൊടുത്ത് വാങ്ങി ആ മോന് കൊടുക്കുകയുണ്ടായി. അവന്റെ സന്തോഷത്തിന് വളരെ വളരെ ഇരട്ടിയായ സന്തോഷം വർദ്ധിപ്പാടയായ നഷ്ടപ്പെട്ടതായ അവന്റെ ആ കളിപ്പാട്, ആ ബോട്ട്, ആ ഷിപ്പ് അവന് മടക്കി കിട്ടിയപ്പോൾ വളരെ സന്തോഷം തോന്നുകയായി. ഈ കഥയിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അവനുണ്ടാക്കിയതായ ഷിപ്പ്, അവൻ പല ഇടങ്ങളിൽ നിന്ന് ശേഖരിച്ചതായ സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയതായ ആ കളിപ്പാട്ടം അവന്റെ കയ്യിൽ നിന്ന് യാദൃശ്ചികമായി നഷ്ടപ്പെട്ടു പോയതാണ്. എന്നാൽ യാദൃശ്ചികമായി നഷ്ടപ്പെട്ടു. അവന് അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു, ഒരുപക്ഷെ പ്രാർത്ഥിച്ചു കാണും, ഒരുപക്ഷെ എന്തെങ്കിലും അതെനിക്ക് തിരിച്ചു കാണും. പലപ്പോഴും അത് കിട്ടുന്ന സ്വപ്നങ്ങൾ വരെ അവർ കാണും. എന്റെ കയ്യിലെ നന്മ നഷ്ടപ്പെട്ടു പോയല്ലോ, എന്റെ കളിപ്പാട്ടം നഷ്ടപ്പെട്ടു പോയല്ലോ. ഉറക്കത്തിലും ഊണിലും എല്ലാം ആ കുഞ്ഞിന്റെ ചിന്ത തന്റെ ബോട്ട്, തന്റെ കളിപ്പാട്ടം എന്നെങ്കിലും തിരിച്ചു കിട്ടുള്ള ചിന്ത ഓരോ നിമിഷവും ആ കുഞ്ഞിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ യാദൃശ്യമായി അത് ലഭിച്ചപ്പോൾ, അപ്രതീക്ഷിതമായി അത് കണ്ടു ലഭിച്ചപ്പോൾ അവന്റെ സന്തോഷം എത്ര വലുതാണെന്നറിയാമോ? പക്ഷെ അത് വാങ്ങുവാൻ ആ മാതാപിതാക്കള് വില കൊടുക്കേണ്ടതായിട്ട് വന്നു. വില കൊടുത്ത് അതിനെ വാങ്ങുവാനായിട്ടിടയായി. ആമേൻ, സ്തോത്രം. സ്വന്തമായ കാര്യങ്ങൾ തന്റെ കയ്യിൽ നഷ്ടപ്പെട്ടപ്പോൾ വില കൊടുത്ത്, മുതൽ കൊടുത്ത് അതിനെ തിരികെ വാങ്ങുവാനായിട്ടിടയായി. വീണ്ടെടുപ്പിന്റേതാകുന്ന വില എന്നുള്ള വിഷയമാണല്ലോ നാം ചിന്തയ്ക്ക് വേണ്ടി എടുക്കുവാനായിട്ടിടയായത്. പത്രോസിന്റെ അപ്പോസ്തലനായ പൗലോസ് പത്രോസ് എഴുതിയതായ ലേഖനം, പത്രോസിന്റെ എഴുതിയ ഒന്നാമത്തെ ലേഖനം, 1-ാമത്തെ അധ്യായം, അതിന്റെ 18-19 വാക്യം ഞാനൊന്ന് വായിക്കുന്നു. വൃത്തവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഒരു വചനമാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. പത്രോസ് എഴുതിയതാകുന്ന ഈ ലേഖനത്തില് അനേക കാര്യങ്ങൾ ഇവിടെ നമുക്ക് അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുക, പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധനയെ പറ്റിയൊക്കെ നമ്മൾ അവിടെ വായിച്ചിട്ട് അവസാന ഭാഗങ്ങളിലേക്ക്, 1-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മെ വീണ്ടെടുത്ത കർത്താവിന്റെ സ്നേഹത്തെ പറ്റി നമ്മൾ വായിക്കുകയാണ്. സ്തോത്രം. വൃത്തവും പിതൃപാരമ്പര്യവുമാകുന്ന നിങ്ങളുടെ നടപ്പിൽ നിന്ന്, നമ്മുടെ നടപ്പിൽ നിന്ന് നമ്മളെ കർത്താവ് വീണ്ടെടുക്കുവാനായി. പാരമ്പര്യത്തിന്റെ അവസ്ഥയിൽ നിന്ന്, ലോക ഇമ്പങ്ങളുടെ അവസ്ഥയിൽ നിന്ന്, ലോകമോഹങ്ങളുടെ അവസ്ഥകളിൽ നിന്ന്, പാരമ്പര്യ ബന്ധനങ്ങളിൽ കടന്ന നമ്മെ കർത്താവ് വീണ്ടെടുക്കുവാനായിട്ടിടയായി. ഹല്ലേലൂയ. വിശ്വാസിയുടെ പിതാവാകുന്ന അബ്രഹാമിനെ കർത്താവ് വീണ്ടെടുക്കുവാനായിട്ടിടയായി. കാരണം ലോകപരമായി ജീവിച്ച് ബിംബങ്ങളെയും മൂർത്തികളെയും ഒക്കെ ആമ ഉണ്ടാക്കുകയും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തായ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചു വേദനിപ്പടയായി. അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്ന ഒരു വാക്യം നമ്മൾ അവിടെ കാണുന്നു. അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. നീ പല ദൈവങ്ങളെയും ദേവന്മാരെയൊക്കെ ആരാധിക്കുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കാര്യം ശരിയാ. പക്ഷെ ഞാൻ സർവശക്തിയുള്ള ദൈവമാണെന്നുള്ളതായ ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പിൽ തന്നെ സമർപ്പിച്ച് അബ്രഹാം ഇറങ്ങിത്തിരിപ്പാനിടയായി. സർവശക്തനാകുന്ന ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവം അബ്രഹാമിനെ വിളിച്ച് ഇറക്കുവാനിടയായി. ആമേൻ, സ്തോത്രം. പല പാരമ്പര്യങ്ങൾ അവന് പറയാനായിട്ടുണ്ടായിരിക്കാം. പലവിധമായ കാര്യങ്ങള്, സ്ഥാനങ്ങൾ, മാനങ്ങൾ, ഉയർച്ചകൾ, പദവികൾ എല്ലാം അബ്രഹാമിന് പറയുവാനായിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിനെല്ലാം വിട്ട് താൻ ഇറങ്ങിത്തിരിപ്പാനായിട്ടിടയായി. ആമേൻ, ഹല്ലേലൂയ. ആമേ, പലതിനെയും വിട്ടാണല്ലോ നാം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിത്തിരിപ്പാനായിട്ടിടയാ. ജാതീയ പാരമ്പര്യങ്ങളിൽ നിന്നും, ആമേ, സ്തോത്രം, പലവിധമായ മഹിമകളിൽ നിന്നും, ശ്രേഷ്ഠതകളും ഉന്നതമേറിയ സ്ഥാനമാനങ്ങളെല്ലാം പറയാനായിട്ടുണ്ടായിരിക്കാം. അതെല്ലാം വിട്ട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നാം ഇറങ്ങിത്തിരിപ്പാനായിട്ടിടയായി. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിത്തിരിച്ചതിന്റെ പേരിൽ എന്തെല്ലാം നിന്ദകളും അപമാനങ്ങളും കഷ്ടതകളും പീഡകളും ഒറ്റപ്പെടലുകളും എല്ലാം കടന്നു വന്നു എങ്കിൽ തന്നെയും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിത്തിരിച്ചവരാരെയും ദൈവം ഇന്നുവരെ ലജ്ജിപ്പിച്ചിട്ടില്ല. ദൈവം അവരെല്ലാം മാനിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ വൃത്തവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും കർത്താവ് വീണ്ടെടുക്കുവാനായിട്ടിടയായി. ആ വീണ്ടെടുത്തത് എങ്ങനെയാണ്? ആമേ, ഇന്ന് ഈ ലോകത്ത് കാണുന്നതായ വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ, ആമേ, ഈ ലോകത്തുള്ളതാകുന്ന വെള്ളി, പൊന്ന് മുതലായ വസ്തുക്കളെല്ലാം അഴിഞ്ഞു പോകുന്നതാണ്. ഇതെല്ലാം ആമേ വളരെ സൗന്ദര്യത്തോടെ ആർഭാട
തീരുമാനത്തോടു കൂടിയൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെങ്കിൽ തന്നെയും ഇതെല്ലാം ഒരു നിമിഷം അഴിഞ്ഞു പോകും, ഇതെല്ലാം ഒരു നിമിഷം തീർന്നു പോകും, ഇതിന്റെ എല്ലാം സൗന്ദര്യങ്ങളെല്ലാം കുറഞ്ഞു പോകും. അതുകൊണ്ടൊന്നുമല്ല ദൈവം നമ്മെ വീണ്ടെടുക്കുവാനായിട്ടിടയായി. പൈസ കൊടുത്തോ, അല്ലെങ്കിൽ വെള്ളി കൊടുത്തോ, സ്വർണം കൊടുത്തോ, അല്ലെങ്കിൽ ലോകത്തിലെ ചില നന്മകൾ കൊടുത്തോ ഒന്നുമല്ല കർത്താവ് നമ്മെ വീണ്ടെടുക്കുവാനായിട്ടിടയായത്. പിന്നെയോ നമ്മെ വീണ്ടെടുത്തത് എങ്ങനെയാണെന്നറിയാമോ? ക്രിസ്തു എന്ന, അവിടെ നമ്മൾ വായിക്കുക, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് നിങ്ങളെ കർത്താവ്. ഹല്ലേലൂയ. ലൈവിൽ അല്പമായ തടസ്സങ്ങൾ നേരിട്ടതിൽ ഖേദിക്കുന്നു. അപ്പോൾ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താല് ദൈവം നമ്മെ വീണ്ടെടുക്കുവാനായിട്ടിടയായി. സ്തോത്രം. ഹല്ലേലൂയ. ആ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തം. ഹല്ലേലൂയ. യാതൊരുവിധമായ ലോകത്തിന്റെ മാലിന്യതകളോ, ലോകത്തിന്റെ പാപങ്ങളോ, ലോകത്തിന്റെ ഇമ്പങ്ങളോ ഒന്നുമില്ലാതെ പാവനമായ പവിത്രനാകുന്ന കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് ഇറങ്ങി വരുവാനിടയായി. മാനവരാശിയുടെ പാപത്തിനു വേണ്ടി മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ആ കർത്താവിന്റെ സ്നേഹം എത്ര വലുതാണെന്നറിയാമോ? ആ ക്രിസ്തുവിൻ എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് ദൈവം നമ്മെ വീണ്ടെടുക്കുവാനിടയായി. അപ്പൊ നമ്മളെ വീണ്ടെടുത്തത് ഈ ലോകത്തിലേതായ നന്മകൾ കൊണ്ടോ, ലോകത്തിലായ സമ്പദ്ഘടന കൊണ്ടോ, ലോകത്തിലുള്ളതായ ഭൗതിക സുഖങ്ങൾ കൊണ്ടോ, ലോകത്തിലുള്ളതാകുന്ന ലോകമോഹങ്ങൾ കൊണ്ടോ, വശീകരണ ശക്തികൾ കൊണ്ടോ ഒന്നുമല്ല. അതെല്ലാം താൽക്കാലികമെന്ന് പറയാം, അതെല്ലാം തീർന്നു പോകുന്നതാണ്, അതെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്. എന്നാൽ കർത്താവ് നമ്മെ വീണ്ടെടുത്തത് യേശു കർത്താവിന്റെ രക്തത്താല്, വിലയേറിയ രക്തം. അവിടെ വായിക്കുക, വിലയേറിയ രക്തത്താല് ദൈവം നമ്മെ വീണ്ടെടുക്കുവാനായിട്ടിടയായി. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ വീണ്ടെടുത്ത ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ഞാൻ എന്റെ കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 24-25 വാക്യത്തിൽ വായിക്കുന്നു, അവന്റെ കൃപയാല്, ഹല്ലേലൂയ, അവന്റെ കൃപയാല് ക്രിസ്തുയേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നാം നീതീകരിക്കപ്പെട്ടത്. ഹല്ലേലൂയ. വീണ്ടെടുപ്പിന്റെ ആ പ്രത്യേകതയെ പറ്റി നമ്മൾ അവിടെ പറയുക. ഒന്ന്, കർത്താവിന്റെ കൃപയാൽ നാം ഇന്നും ആയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ്. ദൈവമക്കളായ നമ്മളോട് എന്നാണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ പോലും നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കർത്താവിന്റെ കൃപയാൽ ക്ഷേമമായിരിക്കുന്നു. നേരിട്ട് സംസാരിക്കുകയാണെങ്കിലും ഫോണിൽ കൂടി സംസാരിക്കുകയാണെങ്കിലും ചില ഭക്തന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ കുടുംബമായി, സഭയായി ക്ഷേമമായിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ കൃപയാല് ക്രിസ്തുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം ഹല്ലേലൂയ സൗജന്യമായത്രേ നാം നീതീകരിക്കപ്പെടുവാനായിട്ടിടയായത്. കർത്താവിന്റെ കൃപയാല് ആ സൗജന്യമായി നൽകിയ രക്ഷയെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. വില കൊടുത്തതല്ല, സൗജന്യമായി ദൈവം നമ്മെ വീണ്ടെടുക്കുവാനിടയായി. മനുഷ്യൻ പാപം ചെയ്ത് മനുഷ്യന് ഏദൻ പൂങ്കാവനത്തിൽ നിന്ന് അവര് ദൈവീയ തേജസ് നഷ്ടപ്പെട്ട അവസ്ഥയിലും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നപ്പോഴും ദൈവം സ്തോത്രം, ദൈവം തന്റെ കുഞ്ഞുങ്ങളെ തേടി അവിടേക്ക് ഇറങ്ങി വന്ന രംഗം നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് പതിവ് ഒരിക്കലും തെറ്റുകയില്ല. നമ്മുടെ പതിവ് തെറ്റിയാലും കർത്താവിന്റെ പതിവ് തെറ്റുകയില്ല. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ വിവാസം ഒക്കെ പലപ്പോഴും നമ്മൾ പല തീരുമാനങ്ങൾ എടുത്തിട്ടും അതെല്ലാം പലപ്പോഴും പെൻഡിങ് ആയിട്ട് മാറാറുണ്ട്, അല്ലെ? നമ്മളെല്ലാവരും തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഞാൻ ഇത്ര നേരം ഉപവസിക്കും, ഇത്ര നേരം പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും. പക്ഷേ ഇതെല്ലാം മാറിയാലും കർത്താവിന്റെ പതിവ് തെറ്റുകയില്ല. സൂര്യൻ അസ്തമിച്ച നേരമായപ്പോഴും തന്റെ കുഞ്ഞുങ്ങളെ തേടി ദൈവം ഏദൻ പൂങ്കാവനത്തിലേക്ക് ഇറങ്ങി വരുവാനിടയായി. ആ കർത്താവിന്റെ സ്നേഹം എത്ര വലുതാണെന്നറിയാമോ? അവന്റെ കൃപയാ ഇന്നും നാം ആയിരിക്കുന്നത് കർത്താവിന്റെ കൃപയൊന്നു മാത്രമാണ്. അവന്റെ കൃപയാല് ദൈവം നമുക്ക് ക്രിസ്തുയേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രയാ നമ്മെ നീതീകരിച്ചത്. ഹല്ലേലൂയ. കർത്താവെ, എന്നെ വീണ്ടെടുത്തു പാപത്തിന്റെ അടിമയിൽ നിന്ന്, രോഗത്തിന്റെ അവസ്ഥയിൽ നിന്ന്, പൈശാചിക ബന്ധനത്തിൽ നിന്ന്, ആർക്കും ഒന്നിനും കൊള്ളാതിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുത്ത ദൈവകൃപയ്ക്കായി നന്ദിയോടെ ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്, ദൈവത്തെ വാഴ്ത്തുകയാണ്. വീണ്ടും വായിക്കുക, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. വിശ്വസിക്കുന്ന നമ്മളിൽ വ്യാപരിക്കുന്ന ആ ദൈവകൃപ എത്ര വലുതാണെന്നറിയാമോ? വിശ്വസിക്കുന്ന നമ്മളിൽ വ്യാപരിക്കുന്ന ആ ദൈവീയ അഭിഷേകം എത്ര വലുതാണെന്നറിയാമോ? വിശ്വസിക്കുന്ന നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ കൃപ എത്ര വലുതായിരുന്നു. കർത്താവ് നമ്മെ വീണ്ടെടുത്ത ദൈവകൃപ. ഹല്ലേലൂയ. ലോകത്തിൽ ഒരു പക്ഷേ പോഷനായിരിക്കുക, എന്നാ ദൈവം നമ്മെ വീണ്ടെടുക്കുവാനായിട്ടിടയായി. ലോകക്കാർ പറയാ ഒന്നിനും കൊള്ളത്തില്ല, ഒരു കഴിയുമില്ല, ഒരു യോഗ്യതയുമില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ നേരത്ത് ദൈവം നമ്മെ അവിടുന്നെല്ലാം വിടുവിച്ച
ദൈവകൃപ എത്ര വലുതാണെന്നറിയാമോ? സംഗീതക്കാരൻ പറയുകയാണ്, നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എന്റെ കാലുകളെ ഒരു പാറമേ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. പുതിയൊരു പാട്ട് ദൈവം എന്റെ നാവിമേ തന്നു. എന്റെ ദൈവത്തിന് സ്തുതി തന്നെ. ഹല്ലേലൂയ. നാശകരമായ കുഴിഞ്ഞ ചേറ്റിലൊക്കെ അകപ്പെട്ട സ്ഥാനത്ത് ഉയരത്തിന്ന് തന്റെ കരം നീട്ടി ദൈവം നമ്മെ വിടുവിച്ച വിധം എത്ര വലുതാണെന്നറിയാമോ? ഹല്ലേലൂയ. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ വാർത്താ മാധ്യമങ്ങളൊക്കെ കാണുന്ന വിഷയമാണല്ലോ വെള്ളപ്പൊക്കം കാരണം. അല്ലെങ്കിൽ പിക്നിക്ക് പോയ പല കുഞ്ഞുങ്ങളും വെള്ളത്തില് നഷ്ടപ്പെട്ടു പോയി. നീന്തുന്ന സമയത്ത് വലിയ തിര വന്ന് വെള്ളത്തിൽ മുങ്ങിപ്പോയി. ആ കുഞ്ഞ്, എനിക്കിപ്പോഴും അറിയാം, ഞങ്ങളുടെ സഭയുള്ളതാകുന്ന ഒരു മോന്, അവർ ട്വിൻസ് ആയിരുന്നു. അതിനകത്ത് 2 കുഞ്ഞുങ്ങൾ കൂടി ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരുമായിട്ട് ഒന്നിച്ച് അവര് ഒരു നദിയിൽ പോയതാണ്. എന്നാൽ സ്തോത്രം, ഒരു ട്വിൻസിലെ ഒരു കുഞ്ഞ് വെള്ളത്തില് അങ്ങ് വീണുപോയി. അടുത്തയാള് ഓടിപ്പോയി പിടിക്കാൻ നോക്കി, ഇങ്ങനെ കിട്ടിയില്ല. അവന് ആ വെള്ളത്തിന്റെ ചുഴിയില് നഷ്ടപ്പെട്ട് ആ കുഞ്ഞ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഇന്നും ട്വിൻസ് ഇരട്ടയിൽ മറ്റേ കുഞ്ഞിന് ഇന്നും അവന്റെ മനസ്സിൽ അതൊരു ഭീതിയോടെയാണ്. ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് സന്തോഷിച്ച് സ്കൂളിൽ പോയി, കോളേജിൽ പോയി, ഒന്നിച്ച് ജോലി കിട്ടി, ഒരേ സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് കൂടെയുള്ള ആ മകൻ നഷ്ടപ്പെട്ട വേദന എത്ര വലുതാണെന്നറിയാം. അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ പ്രിയ മകനാവുന്ന എല്ലാം ശ്രമിച്ചെങ്കിലും അവന്റെ കയ്യിൽ പോലും കിട്ടാതെ തന്റെ സഹോദരൻ നഷ്ടപ്പെട്ടപ്പോൾ വേദനകൾ ഇപ്പോഴും അവന് പലപ്പോഴും പറയാറുണ്ട്. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിക്കാട്ട്, പാപത്തിന്റെ ശാപത്തിന്റെ പൈശാചിക മണ്ഡലത്തിൽ ആണ്ടുപോയ സ്ഥാനത്ത് ദൈവമേ, എന്റെ ജീവിതം ഇവിടം കൊണ്ട് തീർന്നു പോയല്ലോ. ഈ നാശകരമായ അവസ്ഥയിലാണല്ലോ, ഈ പൈശാചിക ബന്ധനത്തിലാണല്ലോ, എനിക്ക് ഇനി ഒരു വിടുതലും ഉണ്ടാകത്തില്ല എന്ന് പോലും നാം ചിന്തിച്ച സ്ഥാനത്ത് ഉയരത്തിലെ കരം ഇറങ്ങി വന്ന് നമ്മളെ വീണ്ടെടുത്ത ദൈവകൃപയ്ക്കായി ഞാൻ എന്റെ കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുക. ഇന്നും നാം ആയിരിക്കുന്ന നമ്മുടെ കഴിവല്ല, മിടുക്കല്ല, എന്റെ കർത്താവിന്റെ കൃപയൊന്ന് മാത്രമാണ്. ഹല്ലേലൂയ. അപ്പൊ സൗജന്യമായി ലഭിച്ചതാണ് ഈ വീണ്ടെടുപ്പ്. സൗജന്യമായ ദൈവം നമ്മെ നീതിയിരിപ്പാനായിടയായി. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താ ദൈവം നമ്മെ വീണ്ടെടുത്തു. സ്തോത്രം. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഏതെല്ലാം അവസ്ഥകളിലും ഒരുപക്ഷെ കർത്താവിൽ നിന്ന് മാറിപ്പോയ നിമിഷവും എന്റെ കുഞ്ഞു മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷയോടെ പ്രത്യാശയോടെ നമ്മുടെ കർത്താവ് കാത്തിരിക്കുകയാണ്. കർത്താവിനെ അറിഞ്ഞ പല പ്രിയപ്പെട്ടവരും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് ദൂരേക്ക് മാറിപ്പോയ അവസ്ഥകളിലും കർത്താവ് നോക്കിയിരിക്കുക. എന്റെ കുഞ്ഞു മടങ്ങി വരും, എന്റെ കുഞ്ഞു മടങ്ങി വരും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളൊരു പിതാവിന്റെ 2 മക്കളിൽ ഒരു മാന് എല്ലാം പിതാവിൽ നിന്ന് വാങ്ങിച്ച് വളരെ ദൂരെ പോയി. സ്തോത്രം. മുടിയനായ പുത്രൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവന്റെ എല്ലാം നഷ്ടപ്പെട്ട്, അവന്റെ ഭൗതിക നന്മകളെല്ലാം നഷ്ടപ്പെട്ട്, എല്ലാം കൂട്ടുകാരും തീർന്ന് മൊത്തവും തീർത്ത് അവൻ ചിന്തിപ്പാടയായി, അവനെങ്കിലേക്ക് മടങ്ങി വരുവാടയായി. അവൻ ചിന്തിച്ചു, എന്താണ് അവൻ ചിന്തിക്കുന്നത്? എന്റെ അപ്പന്റെ ഭവനത്തിൽ ഞാൻ ആയിരുന്നെങ്കിൽ അവിടെയുള്ള സുഖ സൗകര്യങ്ങൾ സന്തോഷങ്ങളൊക്കെ എനിക്ക് അനുഭവിക്കാമായിരുന്നു. പക്ഷേ ഇന്നെല്ലാം തീർന്നു, ഞാൻ എന്റെ അപ്പന്റെ അടുക്കിലേക്കൊന്നും മടങ്ങിപ്പോകും. ഹല്ലേലൂയ. ആ അപ്പൻ കാത്തിരിക്കുക, അനേക നാളുകളായി കാത്തിരിക്കുക. എന്റെ മകൻ തിരിച്ചു വരും, എന്റെ മകൻ മടങ്ങി വരും. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയ അനേക മാതാപിതാക്കളെ എനിക്കറിയാം. സ്തോത്രം. 10-25 വർഷമായിട്ട് ഒരു മകൻ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടു പോയ ഒരു മാതാവിനെയും പിതാവിനെയും ഞാൻ ഓർക്കുന്നുണ്ട്. നീണ്ട നാളുകളായി അവർ കാത്തിരിക്കുക, എന്റെ കുഞ്ഞ് മടങ്ങി വരണമേ, മടങ്ങി വരണമേ. ഹല്ലേലൂയ. അനേക സ്ഥലങ്ങളിൽ അവർ പ്രാർത്ഥിപ്പാനിടയായിട്ടുണ്ട്, അനേക നാളുകളായി അവർ കരയുവാനിടയായിട്ടുണ്ട്. ആ മാതാപിതാക്കൾ പൂർണ്ണ വാർദ്ധക്യത്തിലായപ്പോഴും അവർ ചിന്തിച്ചു, ദൈവമേ, ഞങ്ങളുടെ കണ്ണ് അടയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ കുഞ്ഞു മടങ്ങി വരണമേ എന്ന് അവർ പ്രാർത്ഥിപ്പാനിടയായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചില നാളുകൾ കഴിഞ്ഞ മാതാപിതാക്കൾ വളരെ പ്രായാധിക്യത്തിലായി സ്തോത്രം അങ്ങിരിക്കുന്ന സമയത്ത് നാളുകൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടതായ അവരുടെ മകൻ മടങ്ങി വന്ന അനുഭവത്തെ പറ്റി പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിന്റെ ദൂത് പറയട്ടെ. ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയ അനേകര്, കർത്താവിൽ ദൂരെ പോയ അനേകരുണ്ട്. കർത്താവിന്റെ സന്നിധാനത്തിൽ ദൂരെ പോയ അനേകരുണ്ട്. നമ്മുടെ പ്രാർത്ഥന നിർത്തരുത്. അവരുടെ മടങ്ങി വരുന്നതിന് വേണ്ടി നാം കാത്തിരുന്നതാണ്. നമ്മുടെ സ്വർഗീയ പിതാവ് കാത്തിരിക്കുക, എന്റെ കുഞ്ഞു മടങ്ങി വരും, എന്റെ കുഞ്ഞു മടങ്ങി വരും. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടതിനെ വില കൊടുത്ത് മുതൽ കൊടുത്ത് വീണ്ടെടുത്തതുപോലെ ഹല്ലേലൂയ, കർത്താവ് നമ്മെ വീണ്ടെടുത്ത ദൈവകൃപയ്ക്കായി ഞാൻ എന്റെ കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു. അവന്റെ കൃപയാൽ, യേശു കർത്താവിന്റെ രക്തത്താൽ ദൈവം നമ്മെ വീണ്ടെടുത്തു. സൗജന്യമായി നമുക്ക് നൽകിയ നീതീകരണം എത്ര വലുതാണെന്നറിയാമോ? എഫെസ്യ ലേഖനം 1-ാമത്തെ അധ്യായം, എഫെസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ, എഫെസ്യ ലേഖനം 1-ാമത്തെ അധ്യായം
അതിന്റെ 7-ാമത്തെ വാക്യത്തില് വായിക്കുന്നു, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. അവനിൽ നമുക്ക് യേശുവിന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അതിക്രമങ്ങളുടെ മോചനത്തില് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാകുന്ന നമ്മെ എന്റെ കർത്താവ് വീണ്ടെടുത്തത് കർത്താവിന്റെ കൃപയെന്ന് മാത്രമാണ്. ആമേ, ആ കുഞ്ഞിന്റെ നഷ്ടപ്പെട്ടു പോയ ആ കളിപ്പാട്ടം, ആ ബോട്ട് നഷ്ടപ്പെട്ടപ്പോൾ ആമേ അതെന്നും മടങ്ങി വരും ചിന്ത നാളുകൾ അവനെ അലട്ടുവാടയായി. എന്നാൽ അവൻ പ്രതീക്ഷിച്ചതുപോലെ ആ നഷ്ടപ്പെട്ടത് അവന്റെ കരങ്ങളിൽ കിട്ടിയപ്പോൾ എത്രയോ സന്തോഷമായിരുന്നു അറിയാമോ. ഒരു സമയത്ത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മെ കർത്താവ് തന്റെ രക്തത്താൽ, യേശുപ്പച്ചൻ തന്റെ രക്തം നൽകി നമ്മളെ വീണ്ടെടുപ്പാനായിട്ടിടയായി. സ്തോത്ര. പാപത്തിന്റെ ദാസന്മാരായി പാപത്തിന്റെ അവസ്ഥയെ കടന്ന് നമ്മെ വീണ്ടെടുത്ത ദൈവകൃപ എത്ര വലുതാണെന്നറിയാമോ. ആ വീണ്ടെടുപ്പിന്റെ വില എത്ര വലുതാണെന്നറിയാമോ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ വീണ്ടെടുത്തു. ആമേ, സ്തോത്രം. കർത്താവ് നമ്മെ വീണ്ടെടുത്തത് മാത്രമല്ല, കർത്താവിന് കൊള്ളാവുന്ന പാത്രങ്ങളാക്കി ദൈവം നമ്മെ ഉപയോഗിച്ചു. ഒന്നിനും കൊള്ളാത്ത, ഒരു യോഗ്യതയുമില്ലാത്ത കാനാവിലെ കല്യാണത്തിന് വെട്ടിത്തിറങ്ങുന്ന പാത്രങ്ങളെല്ലാം, വീഞ്ഞു നിറച്ച പാത്രങ്ങളെല്ലാം കാലിയായി പോയി. എന്റെ കർത്താവ് വീണ്ടും ആ വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളുടെ അടുക്കിലേക്കല്ല പോയത്. ഒരുപക്ഷെ ആ ശൂന്യമായ ആ പാത്രങ്ങളിലേക്ക് ചെന്നിട്ട് കർത്താവിന് അത്ഭുതം പുറംപറമ്പി കിടന്നതായ, ആർക്കും വേണ്ടാതെ പുറംപറമ്പി കിടന്നതായ ചില കൽപാത്രങ്ങൾ പുറത്തു കിടക്കുക. ഹല്ലേലൂയ. ആ കൽപാത്രത്തിന്റെ അടുക്കിലേക്ക് യേശു എന്നിട്ട് പറയുക, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ. സ്തോത്രം. ഹല്ലേലൂയ. ആർക്കും വേണ്ടാതെ, ഒറ്റപ്പെട്ട അവസ്ഥയിൽ, ഒന്നിനും കഴിവില്ലാതെ, ഒരു യോഗ്യതയുമില്ലാതെ ലോകത്തിന്റെ മുമ്പിൽ ഒരു ഭോഷനായി പോലും കഴിഞ്ഞ നിമിഷങ്ങളിൽ കർത്താവിനെ അറിഞ്ഞു. യേശുവിന്റെ സ്നേഹം തേടി വന്ന് വിളിവിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബോംബെ പട്ടണത്തില് സ്തോത്രം, ഒരു മനുഷ്യന് റെയിൽവേ ട്രാക്കുകളിലൊക്കെ വീഴുന്നതായ വേസ്റ്റുകളൊക്കെ പറക്കിയെടുക്കുന്ന ഒരു മനുഷ്യന് ജീവിതത്തിൽ സമാധാനമെല്ലാം നഷ്ടപ്പെട്ടു പോയി. എല്ലാം സമാധാനം നഷ്ടപ്പെട്ട് മദ്യപാനത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയായ ആ മനുഷ്യന് സ്തോത്രം എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയില് ഒരിക്കല് താൻ മരണത്തെ മുഖാമുഖമായി കണ്ട നിമിഷ തന്റെ ഒരു അനുഭവം ഇങ്ങനെ കേൾക്കുവാനിടയായി. ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കൂടി ഉള്ള വേസ്റ്റുകളെല്ലാം പറക്കിയെടുത്ത് കഴിച്ച് പലപ്പോഴും റെയിൽവേ സ്റ്റേഷന്റെയും മരച്ചുവട്ടിലൊക്കെ കിടന്നുറങ്ങിയ നിമിഷ ഒരു ഞായറാഴ്ച ദിവസം ഒരു പള്ളിയിൽ ഒരു പാട്ട് കേൾക്കുവാനിടയായി. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമാതിശയമേ. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമാതിശയമേ. ആ പാട്ടിന്റെ ശബ്ദത്തില് ആ പള്ളിയിലേക്ക് താൻ ചെല്ലുവാനിടയായി. ഒരുപാടി ആ പാട്ട് കേട്ടതുകൊണ്ട് താൻ ആ പള്ളിയിലേക്ക് ചെല്ലുവാനിടയായി. ഹലോ സിറ്റൗട്ടിൽ കുറെ നേരം നിന്നിട്ട് ആലയത്തിനകത്തേക്ക് താൻ കയറുവാനിടയായി. തന്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നു. നഷ്ടങ്ങൾ, കഷ്ടങ്ങളെല്ലാം വന്നു. മരണത്തെ മുഖാമുഖമായി കണ്ടിരിക്കുന്ന അവസ്ഥ, എല്ലാവരും ഒറ്റപ്പെടുത്തിയ അവസ്ഥയില് ആ മനുഷ്യന് കർത്താവിനെ കണ്ടുമുട്ടുവാണ്ടയായി. കർത്താവിനെ മാനിച്ചു. കർത്താവിന്റെ വേല ദൈവനെ ഉപയോഗിപ്പാണ്ടയായി. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു പാത്രമാക്കി ദൈവം ഉപയോഗിപ്പാണ്ടയായി. ഇന്ന് രാത്രികാലവും ഈ ലൈവിൽ കൂടി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവമല്ലേ, ദൈവം നമ്മെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മെ വീണ്ടെടുത്തു. ആമേൻ. ഇനി നാം ലോക ഇമ്പങ്ങളിലേക്ക്, ലോകമോഹങ്ങളിലേക്ക് ഓടിപ്പോകാനായിട്ടല്ല, കർത്താവ് നമ്മെ വീണ്ടെടുത്തതിന് മുമ്പിൽ കർത്താവിന് ചില പദ്ധതികളുണ്ട്. കർത്താവിന് കൊള്ളാവുന്ന ഒരു പാത്രമായി ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, കർത്താവിന്റെ ഒരു വെളിച്ചമായി എഴുന്നേറ്റ് പ്രകാശിക്കാൻ അതിന്റെ പ്രകാശം വന്നും ഇരിക്കുന്നു. കർത്താവിന്റെ വെളിച്ചം, ദൈവം നമ്മിൽ പകർന്നിരിക്കുന്ന വെളിച്ചം പറയും കിഴിക്കൊണ്ട് കത്തിക്കാനല്ല, തണ്ടിമേ പ്രകാശിക്കുന്നൊരു വിളക്കായി. കർത്താവെ, അനേർക്ക് വെളിച്ചം കൊടുക്കുവാൻ, അനേർക്ക് ലോക വെളിച്ചം കൊടുക്കുന്ന കർത്താവിന്റെ സാക്ഷിയായി തീരുവാൻ എന്റെ ദൈവമേ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ തന്നിരിക്കുന്ന വെളിച്ചം അനേകരുടെ അന്ധകാരത്തെ ഒന്ന് പ്രകാശമാക്കുവാൻ, അന്ധകാരത്തിൽ കിടക്കുന്ന എത്രയോ ജീവിതങ്ങളുണ്ടെന്നറിയാമോ, അവരുടെ അന്ധകാരത്തെ മാറ്റുവാൻ ഒരു പ്രകാശമാക്കി, ഒരു വെളിച്ചമാക്കി എന്റെ കർത്താവെ ഈ കാലഘട്ടത്തിൽ എന്നെ ഉപയോഗിക്കണമെന്ന് നാം ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ കൊള്ളാവുന്ന ഒരു പാത്രമാക്കി, ഒരു വെളിച്ചമാക്കി ദൈവം നമ്മെ
ഉപയോഗിക്കും. സ്തോത്രം. ഇരുട്ട് തപ്പി നടക്കുവാനല്ല, ആത്മാവ് വെളിച്ചമുള്ളവരായി, ആത്മാവിന്റെ വെളിച്ചവുമായി ഈ കാലഘട്ടത്തിൽ കർത്താവെ എന്നെ വീണ്ടെടുത്തതിന് മുമ്പിൽ കർത്താവിന് ഉദ്ദേശമുണ്ടല്ലോ. ദൈവത്തിന് എല്ലാവരെയും പറ്റിയൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. നമ്മെ കർത്താവ് വീണ്ടെടുത്തു. കർത്താവിന് കൊള്ളാവുന്നൊരു പാത്രമാക്കി ഈ കാലഘട്ടത്തിൽ ദൈവമേ എന്നെ ഉപയോഗിക്കണമെന്ന് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ചില പ്രാർത്ഥന വിഷയങ്ങൾ നമ്മുടെ പ്രാർത്ഥനയുടെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളായി 15,000-ലധികം പേര് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാർത്ഥന ഗ്രൂപ്പാണല്ലോ. അനേക പ്രാർത്ഥന വിഷയങ്ങളൊക്കെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നത്തെ ദിവസം പ്രാർത്ഥന വന്നതായ ചില പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഡൽഹിയിലുള്ള കർത്താവിന്റെ ദാസൻ ജോയി വർഗീസ് പാസ്റ്റർ ടൈഫോയിഡ് വളരെ കൂടി, ന്യൂമോണിയാല് ആ ദേവദാസൻ വളരെ ഭാരപ്പെടുകയാണ്. ഇന്ന് ആ ദേവദാസൻ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോവുകയായി. ആ ദൈവത്തിന്റെ ദാസന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ജോയി പാസ്റ്ററിന് വേണ്ടി എല്ലാവരും അല്പനിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാൽ, ഈ ലൈവ് ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ആ പ്രിയ ജോയി പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടൈഫോയിഡ് ന്യൂമോണിയാല് താൻ വളരെ ഭാരപ്പെടുന്നു. കർത്താവെ, താൻ ഹോസ്പിറ്റലിലേക്ക് ഇന്ന് കടന്നു പോയിരിക്കുന്നു. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാം കർത്താവ് ഞങ്ങളെ വീണ്ടെടുത്തതാണല്ലോ. ആ യേശുവിന്റെ രക്തത്താൽ ഞങ്ങളെ വിടുവിച്ചതാണല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ അടിപ്പിന്റെ സൗഖ്യം അയച്ച് ആ ജോയി പാസ്റ്ററിന് പൂർണ്ണമായ സൗഖ്യം വിടുന്ന കർത്താവെ അങ്ങ് അയക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ചെങ്കുളം സഭാ സഭാംഗമായിരിക്കുന്ന ആ ചെങ്കുളം സഭയിലെ വിശ്വാസിയായിരിക്കുന്ന ബ്രദർ ഷിബു എന്ന് പറയുന്ന ഒരു സഹോദരന് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഇപ്പോൾ വെന്റിലേറ്റർ ആയിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ആ പ്രിയ ഷിബുച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. അപ്രതീക്ഷിതമായി തന്റെ ജീവിതത്തിലുണ്ടായതായ ഒരു രോഗം, ഒരു പ്രയാസം, ഇന്നത് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായി താൻ ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തിലായിരിക്കുന്നു. എന്റെ കർത്താവിന്റെ അദൃശ്യമാവുന്ന കരം ഷിബുച്ചാനമേ ദൈവമയക്കണമേ. അവിടുത്തെ അടിപ്പിണരുകളാണുള്ള സൗഖ്യം യേശുവിന്റെ നാമത്തില് പൂർണ്ണമായ സൗഖ്യം ആ പ്രിയ മകന്റെ മേ ദൈവമയക്കണമേ. എന്റെ കർത്താവെ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കരം ഇന്നും കുറുതായിട്ടില്ല, അങ്ങയുടെ ചെവി ഇന്നും മന്ദമായിട്ടുമില്ല. ഞങ്ങൾ ഒരുമിച്ച് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കർത്താവെ, ഒരത്ഭുതം ഈ നിമിഷം തന്നെ ദൈവം അയക്കാൻ പോകുന്നതിനായി സ്തോത്രം. വയലായിട്ടുള്ളതാണ് ചർച്ചകൾ സഭയിലെ കർത്താവിന്റെ വിലദാസൻ ബാബുക്കുട്ടി പാസ്റ്ററിന് ഒരു സർജറി കഴിഞ്ഞ് വിശ്രമത്തിലായിരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ആ പ്രിയ ദൈവദാസന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യം ആ ബാബുക്കുട്ടി പാസ്റ്ററുമേ ദൈവമായി ചാട്ട്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അനേക പ്രാർത്ഥന വിഷയങ്ങളുമേ കർത്താവിന്റെ കരം ദൈവം അയക്കണമേ. കഴിഞ്ഞ നാളിലൊക്കെ പ്രാർത്ഥിച്ച അനേക പ്രാർത്ഥന വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകിയല്ലോ. അങ്ങയുടെ അത്ഭുതത്തിന്റെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ന് പകൽക്കാലം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. എല്ലാ പ്രാർത്ഥനാ സഹായികളും ദൈവം അനുഗ്രഹിക്കണമേ. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വളരെ കഷ്ടതയ്ക്കൂടി പ്രയാസത്തിൽക്കൂടി കടന്നു പോകുന്നുണ്ട്. കർത്താവെ, സുശേഷ വിരോധികളുടെ പീഡമുഖാന്തരം വളരെ വേദനകൾ അനുഭവിക്കുന്നുണ്ട്. കർത്താവെ, ഞങ്ങൾ അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവീയ സമാധാനവും പ്രത്യാശയും ദൈവം കൊടുക്കണമേ. കർത്താവെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ദൈവസഭകൾക്കായി, ദൈവദാസന്മാർക്കായി, ദൈവമക്കൾക്കായി, എല്ലാ മിഷൻ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. ഇതിനകത്ത് ദൈവം സൃഷ്ടിക്കുന്ന, തുടർന്ന് സൃഷ്ടിക്കാൻ പോകുന്ന എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം. കർത്താവ് അവരെല്ലാം മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ലൈവ് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിനെ, അവരുടെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. തലമുറയില്ലാതെ ഭാരപ്പെടുന്നുണ്ട്. കർത്താവെ, ആ പ്രിയപ്പെട്ടവർക്ക് ദൈവം അത്ഭുതങ്ങൾ ചെയ്യണമേ. അങ്ങയുടെ കരം കണ്ട് സന്തോഷിപ്പാൻ ദൈവം സഹായിക്കണമേ. സകല മഹത്വം പിതാവേ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലൈവിൽ ഞങ്ങളെ സേവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കലും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. ആമേൻ.